ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ആദ്യ നേരത്തിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരിയിൽ സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കനകം തന്നെ എല്ലാവരുടെയും ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒരു വാക്ക് പോലും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കനകം പറയാണ്, മതി, നിർത്താം, എല്ലാം നിർത്താം, എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞ് കുറേ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വാ മോളെന്ന് പറഞ്ഞ് നയനനെ കൂട്ടിക്കൊണ്ട് പോകാനൊക്കെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അനി ആദർശനോട് പറയാണ്, ചേട്ടാ എന്തിനാണ് ഈ പാപമൊക്കെ മേടിച്ചു വെക്കുന്നത്? ഈ ചെയ്യുന്നത് പാപമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, അതിന് ഞങ്ങൾ എന്ത് പാപം ചെയ്തു? അവൾ തന്നിഷ്ടത്തിന് ഓരോന്ന് കാണിക്കുകയും പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ കുറ്റം കൊണ്ടാണോ? അത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ, അതിന് ഞങ്ങളെ കുറ്റം പറയണ്ട എന്ന് പറയുന്നു. അപ്പോഴേക്കും അനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. മുത്തശ്ശിയും തന്നെയും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ആരും. ഇതേ സമയത്ത് തന്നെ ദേവയാനി പറയാണ്, ഗോവിന്ദൻ പറയുന്നു, അന്ന് മോളുടെ കൂടെ വീട്ടിൽ വന്ന് ചെളിയിൽ ചവിട്ടിയപ്പോഴും ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോഴൊക്കെ ഞങ്ങളെ കരുതിയത് നിങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറിയെന്നാ എന്ന് പറയുമ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, ഓഹോ, മരുമോനെ പൂർണ്ണമായിട്ടും അങ്ങോട്ടേക്ക് എടുക്കാമെന്ന് കരുതി കാണും അല്ലേ? അങ്ങനെ പറയുന്നു. അപ്പോഴേക്കും ദേവേനി പറയാണ്, എനിക്ക് തോന്നുന്നത് ഇയാൾക്ക് 3 തവണ അറ്റാക്കൊക്കെ വന്നു എന്നല്ലേ പറയുന്നത്, അതൊക്കെ വെറും കള്ളത്തരമാണെന്ന് തോന്നുന്നത്, ഇയാൾ പക്ക ഫ്രോഡാ എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കേൾക്കുമ്പം നയന ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. ഈ സമയത്ത് കനകം പറയാണ്, മതി, നിർത്തിക്കോ, എൻ്റെ മോളെയും കൊണ്ട് ഞാൻ പോകുക, ഇനി മേലാൽ ഞങ്ങളെക്കുറിച്ച് ഒന്നും പറയാൻ നീ വരണ്ട എന്ന് പറഞ്ഞ ദേവയാനിയെ നീ എന്ന് തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പോവാ എന്ന് പറയുമ്പോഴേക്കും ജലജ പറയുന്നു, ഒന്നല്ല, നിന്റെ വേറൊരു മോളും കൂടെ ഇവിടെ നിൽപ്പുണ്ടെന്ന് പറയുമ്പോൾ അതെ, അതിനെ കൂടെ കൊണ്ടുപോവുക, രണ്ടിനെയും ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നും പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഞാൻ കാശിന് ഒരുപാട് ആക്രമണം കാണിച്ചു, അതുകൊണ്ടാണ് എൻ്റെ നയനമോക്ക് ഈ ഗതി വന്നത്. ഈ മൂത്തവളെ കൊണ്ട് കെട്ടിക്കാനാണ് ഞാൻ ശ്രമിച്ചത്, പക്ഷേ എൻ്റെ നയനമോളെ ഒരിക്കലും ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. പാവം അവൾ വന്ന് ഈ കുഴിക്കകത്ത് വീഴുകയായിരുന്നു. എൻ്റെ മോൾ എന്തൊക്കെ അനുഭവിക്കണം ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട്, വാ മോളെ, അച്ഛനമ്മയും നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് നയനയും കൊണ്ട് അവരങ്ങ് പോവാനുണ്ടെങ്കിൽ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ആരും തന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിലും വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റാരും ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ മുത്തശ്ശിക്കും ഒരു വോയിസ് ഇല്ലാതെ ഇവിടെ നിൽക്കാൻ കേട്ടോ. എന്നാലും മുത്തശ്ശനാവട്ടെ ഇങ്ങനെ അനങ്ങാതെ തന്നെ നിൽക്കാൻ കേട്ടോ. അങ്ങനെ അവർ നയനേനെയും കൊണ്ട് കരഞ്ഞുകൊണ്ട് നയനെ ഉള്ളിലേക്ക് ഇറങ്ങാണ്. നയനയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു കാർ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ കാറിൽ വരുന്നത് ആരാണെന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ കനകവും അതുപോലെ തന്നെ ഗോവിന്ദനും നയനയും. ശരിക്കും തമിഴിൽ ഈ സീനിൽ കാണിക്കുന്നത് ആദർശിൻ്റെ അച്ഛനെയാണ്. മലയാളത്തിൽ ആദർശിൻ്റെ അച്ഛനായിട്ട് ഇതുവരെ അഭിനയിച്ചുകൊണ്ടിരുന്ന ആളെ അല്ല ഇപ്പോൾ ശരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാളാണ് കേട്ടോ വണ്ടിയിൽ വന്ന് ഇറങ്ങിയത്. ഏകദേശം അതിപ്പം ഒരു പക്ഷേ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്തതായിരിക്കാം, അഭിനയിക്കുന്ന ആൾ മാറിയതാവാനാണ് കേട്ടോ സാധ്യത. അങ്ങനെ അച്ഛൻ വന്നിങ്ങനെ വല്ല മാസമായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുമ്പോഴേക്കും ഇവരോട് ചോദിക്കുന്നുണ്ട്, എന്താ ഈ രാത്രിയിൽ നയനമോളയും കൊണ്ട് എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും കനകവും ഗോവിന്ദനും നടന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയുകയാണ്. ആണോ എന്നും ചോദിച്ചിട്ട്, ഇത് എൻ്റെ മരുമോളാണ്, എൻ്റെ മരുമോക്കോട് താമസിക്കാൻ അവകാശമുള്ള വീടാണിത്, അതുകൊണ്ട് അവളെ ആരും ഇവിടുന്ന് കൊണ്ടുപോകണ്ട എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, അല്ല, ഞങ്ങളെ എൻ്റെ മോളെ ഇവിടുന്ന് ഇറക്കി വിട്ടതാണ് അവളുടെ ഭർത്താവും അമ്മായിമ്മയും കൂടി, ഇനി പിന്നെ ഈ വീട്ടിലവൾക്ക് നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് എൻ്റെ മോളെയും കൊണ്ട് ഞാൻ പോവാണെന്ന് പറയുമ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയാണ്, അല്ല, ഇത് നിങ്ങളുടെ മകളല്ല, ഇത് എൻ്റെ മകളാണെന്ന് പറയുന്നു. നിങ്ങൾ എൻ്റെ മകൻ്റെ ഭാര്യയാക്കി കന്യാദാനം ചെയ്തു തന്ന നിങ്ങളുടെ മകളാണിവൾ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് എൻ്റെ മകളാണ്, എൻ്റെ മകൾക്ക് ഈ വീട്ടിൽ താമസിക്കാനുള്ള അവകാശമില്ല എന്ന് ആരാ പറഞ്ഞത് എനിക്ക് അറിയണമെന്നും പറഞ്ഞിട്ട് നയനയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അദ്ദേഹം വീടിനുള്ളിലേക്ക് കയറി ചെല്ലുന്നു. ഇതേ സമയത്ത് തന്നെ ഗോവിന്ദനും കനകവും അവർ പുറകെ തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി വരുന്ന കണ്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും ജയൻ ചോദിക്കുകയാണ്, അല്ല, ആരാ നയനമോളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്ന് ചോദിക്കുന്നു. ആരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ദേവേനെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അല്ല, ഞാൻ നിന്റെ ആരാണെന്ന് ചോദിക്കുന്നു. ദേവേനെ ചോദിക്കുകയാണ്, തലകുണിയും ചോദിക്കുകയാണ്, അത് നിങ്ങൾക്കറിയില്ലേ? നിന്നോട് പറയാനാ പറഞ്ഞതെന്ന് പറയുമ്പം എൻ്റെ ഭർത്താവാണെന്ന് പറയുന്നു. ഓഹോ, ആ ഒരു തോന്നൽ നിനക്കപ്പോൾ ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിൻ്റെ ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പം അച്ഛനാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു ബോധം നിനക്കുമുണ്ടല്ലേ? ഞാൻ കരുതി നിനക്ക് അച്ഛനും ഇവക്ക് ഭർത്താവും ഇല്ല എന്ന്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. ഇത്രയും വലിയ സംഭവം വീട്ടിൽ നടന്നിട്ടും എൻ്റെ മരുമകളെ ഇവിടെ നിന്ന് ഇറക്കിയിട്ടിട്ടും നിങ്ങളൊരു വാക്കെങ്കിലും എന്നോട് ചോദിക്കുകയോ പറയുകയോ എന്തെങ്കിലും ചെയ്തോ? അപ്പോൾ എനിക്ക് ഈ വീട്ടിലുള്ള വില എന്താണ്, എൻ്റെ സ്ഥാനം എന്താണെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അല്ല, ആദർശും ദേവയാനിയും ഇങ്ങോട്ട് നീങ്ങിയെന്നേ, നിങ്ങൾക്ക് ഈ വീട്ടിൽ ഇവിടെ ഇറക്കിടാൻ എന്താണ് അവകാശം എന്ന് ചോദിക്കുമ്പം ദേവയാനിയും ആദർശും ആകപ്പാട് എല്ലാവരും മുമ്പിൽ നാണം കിട്ട് അങ്ങ് ചൂളി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആദർശിൻ്റെ അച്ഛൻ പറയാണ്, ഇത് എൻ്റെ അച്ഛൻ്റെ പേരിലാണ് ഇപ്പോഴും ഈ വീട് ആർക്കും സ്വത്ത് ഭാഗിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ വീട്ടിൽ
താമസിക്കുന്ന എനിക്കും നിനക്കും ഈ നയനമ്മക്കും ഈ എല്ലാവർക്കും ഈ വീട്ടിലുള്ള ഓരോ കുഞ്ഞുങ്ങൾക്കും ഈ വീട്ടിൽ സെയിം അവകാശം മാത്രമേ ഉള്ളൂ. ആരുടെ വീട്ടിൽ അച്ഛൻ ഒന്നും തീരെഴുതി വെച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പോലും വരുന്ന മരുമകൾക്കാണ് ഈ വീടിൻ്റെ പൂർണ്ണ സ്ഥാനം. ദേവേനി കഴിഞ്ഞാൽ പിന്നെ ഈ വീടിൻ്റെ പൂർണ്ണ അധികാരവും സ്ഥാനവും കിട്ടുന്ന ആൾ നയന തന്നെയാണ്. അതുകൊണ്ട് ഈ വീടിൻ്റെ സർവാധികാരി ഇപ്പോൾ നയന തന്നെയാണ്. അങ്ങനെയുള്ള അവളെ ഇറക്കിവിടാൻ ആദർശേ നിനക്കെന്താ അവകാശം? അത് മാത്രമല്ല ദേവയാനി, നിന്നോട് എന്തെങ്കിലും പറഞ്ഞൊന്നും കരുതി ഇറക്കിവിടാൻ മാത്രം ആളായോ നീ എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ രണ്ടിലൊന്നും മിണ്ടാൻ നിൽക്കുകയാണ്. എന്നിട്ട് ജയം പോയിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, അല്ല അച്ഛ, ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നപ്പം അച്ഛൻ എവിടെ ആയിരുന്നു? അച്ഛൻ എതിർക്കാൻ പാടില്ലായിരുന്നോ? അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, എനിക്കിതിൽ യാതൊരു വോയിസും ഇല്ല. കാരണം എനിക്കിപ്പോൾ ഈ വീട്ടിലെ യാതൊരു അധികാരങ്ങളോ സ്ഥാനമോ ഒന്നുമില്ല. നിന്റെ മകനും നിന്റെ ഭാര്യയ്ക്കുമാണ് ഈ വീട്ടിലെ ഇപ്പോൾ സർവാധികാരങ്ങളും അവകാശങ്ങളും. അതുകൊണ്ട് അവർ തന്നെ കാര്യങ്ങൾ ഇനി തീരുമാനിച്ചാൽ മതി. ഞാനിനി ഈ വീടിൻ്റെ ഒരു കാര്യങ്ങളും ഇടപെടില്ല എന്ന് ഞാൻ തീരുമാനമെടുത്ത് മാറി നിൽക്കായിരുന്നു എന്ന് മുത്തശ്ശൻ പറയുന്നു. ഇത് കേട്ടിട്ട് ആദർശ്, അച്ഛ അതല്ല കാര്യം, ഇവളെ അമ്മേനെ എന്ന് പറയുമ്പോഴേക്കും മതി, നിർത്തിക്കോ. എന്തൊക്കെയാണെങ്കിലും നയനമോൾ അങ്ങനെയൊന്നും പറയില്ലെന്ന് എനിക്കറിയാം. നിന്റെ അമ്മയുടെ വായിൽ നിന്നും അത്രയ്ക്കുള്ള വാചകങ്ങളൊക്കെ വീണ് കാണും. അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്താ സത്യം പറ, എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജലജ ഈ സമയത്തൊന്ന് എരിപിരി കയറ്റി കൊടുക്കണമല്ലോ, അതുകൊണ്ട് തന്നെ പറയാണ്, നയനയുടെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും മോശമായിട്ട് പറയുകയും നയനയുടെ അമ്മ പിഴച്ച് നടന്നവളാണെന്നും അങ്ങനെ ഉണ്ടായ 2 മക്കളാണെന്നൊക്കെ പറയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, കേട്ടല്ലോ ആദർശേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളുടെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ അമ്മയുടെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ എൻ്റെ പറയായിരുന്നെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞാൽ അവൾ അതിന് ക്ഷമിക്കായിരുന്നു. അവൾ അപ്പം തന്നെ അവർ മുഖം അടിച്ച് പരത്തില്ലേ? നയനമോള് അത് ചെയ്തില്ല. അവൾ അതിനെ എതിർത്ത് സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ. അതിലെന്താ തെറ്റുള്ളത്? നയനമോള് നീ അകത്തേക്ക് കയറിപ്പോകുന്നു പറയുമ്പോഴേക്കും നയന പറയണ, വേണ്ടച്ചാ, ഞാൻ പോകുന്നില്ല, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാ. ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛനെയും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം, അതാണ് നല്ലതെന്ന് പറയുമ്പം, പറ്റില്ല, നീ അകത്തേക്ക് കയറി പോയേ പറ്റുള്ളൂ, ഇത് എൻ്റെ വാക്കാണ്, എൻ്റെ വാക്കിനോട് എന്തെങ്കിലും വിലയുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നയനോട് കയറിപ്പോ അകത്ത് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയന അകത്തേക്ക് ഇങ്ങനെ കയറി പോന്നിട്ടോ. അപ്പോഴേക്കും ആദർശൻ ഇങ്ങനെ ഒന്നും മിണ്ടാൻ പറ്റാതെ ആദർശ തലയും അവിടെ നിൽക്കാണ്. ഈ സമയത്ത് അഭി നവ്യയും ജലജ നാശം വീണ്ടും വന്ന് വലിഞ്ഞു കയറിയല്ലോ എന്നിങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കാണ്. മുത്തശ്ശിക്കും ജാനയ്ക്കും അനിക്കൊക്കെ നല്ല സന്തോഷമാകുന്നുണ്ട് കേട്ടോ. കനകത്തിന് സന്തോഷമാകുന്നുണ്ട്. കനകവും ഗോവിന്ദനും കൈകൂപ്പിയിട്ട് അയാളോട് പറയാണ്, ഞങ്ങളുടെ മോളെ വീട്ടിലേക്ക് ആദ്യം എൻ്റെ മനസ്സ് നിറയെ പണക്കാരൻ്റെ വീട്ടിൽ ജീവിക്കണമെന്നായിരുന്നു. അപ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, എന്നാൽ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, എൻ്റെ നയനമോളെ പാവ, അവൾ ഇത്രയും കാലം വീടിന് വേണ്ടി കഷ്ടപ്പെട്ടവളാണ് അവളും എൻ്റെ നന്ദമോളും. ഈ നവ്യയ്ക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ചിന്തയും ബോധം ഒന്നുമില്ലാത്ത. എന്തായാലും നയനമോള് ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഇതുപോലൊരു ജീവിതം. സാധാരണ രീതിയിൽ കടയിൽ നോക്കി ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കൂടെ നിൽക്കണമെന്ന് മാത്രമേ അവൾ ചിന്തിച്ചിട്ടുള്ളൂ. ഒരു വിവാഹത്തെക്കുറിച്ച് പോലും അവൾ സ്വപ്നം കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആ പാവത്തിനെ ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന് ദയവ് ചെയ്ത് പറയണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞിട്ടാൽ മതി, ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോയിക്കോളാം. ഇതുപോലെ അർദ്ധരാത്രിയിൽ മഴയത്തൊന്നും ഇറക്കി വിടാതിരുന്നാൽ മതി. എൻ്റെ മകളെയും കൊണ്ട് പോയാലും അവൾ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനുള്ള പ്രാപ്തിയൊക്കെ അവൾക്ക് ഇപ്പോഴുമുണ്ട്, അത് എപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതിപ്പോൾ മാത്രമല്ല, ഞാൻ 3 തവണ അറ്റാക്ക് വന്നതാണെന്ന് ചുമ്മാ പറഞ്ഞാണെന്ന് ഇവിടെ ദേവയാനി പറഞ്ഞു. പക്ഷേ അതിൽ അവരെ ന്യായീകരിക്കാനോ ഒന്നിനും ഞാൻ ആളല്ല. ഏത് നിമിഷവും നിന്ന് പോകുന്നൊരു ഹൃദയമായിട്ടാണ് ഞാൻ നടക്കുന്നത്. എൻ്റെ 3 മക്കളും നല്ല രീതിയിൽ ഭർത്താവിൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് അറിഞ്ഞാൽ അത്രയും സന്തോഷത്തോടെ തന്നെ ഞാൻ ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ കനകം ഏട്ടാ എന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. ഞങ്ങളെങ്കിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനെയും കൈകുപ്പി കാണിച്ചിട്ട് ജയനെയും കൈകുപ്പി കാണിച്ചിട്ട് അവരോടൊന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഈ സമയത്ത് ദേഷ്യപ്പെട്ട് ആദർശൻ്റെ അച്ഛനും ഉള്ളിലേക്ക് കയറി പോകുന്നു. ജാനകി ആണെങ്കിൽ നയനയുടെ പുറകെ പോയിട്ട് പറയാണ്, എന്തായാലും സമാധാനം ആയില്ല മോളെ, ഞങ്ങളൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയോടെ നിൽക്കായിരുന്നു. മോളെന്തായാലും പോയി തലയൊക്കെ തോർത്തി ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ എന്നും പറഞ്ഞ് അകത്തേക്ക് പറഞ്ഞുവിടാണ് കേട്ടോ. ആദർശും ദേവയാനും ഇങ്ങനെ കലിപ്പിച്ച് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയുമാണെങ്കിലും സന്തോഷത്തോടെ തന്നെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. നവ്യാണെങ്കിലും അവിടെ ഇങ്ങനെ കലിപ്പിച്ച് നിൽക്കുകയാണ്. നവ്യയും അഭിയും ആദർശും ജലജയും അങ്ങനെ എല്ലാവരും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ ഈ ഒരു സംഭവം ആദർശ് തോറ്റു പോയല്ലോ. എല്ലാവരും ആദർശ് ചൂളിപ്പോയത് കൊണ്ട് തന്നെ ആദർശിന് ഭയങ്കര ആമർഷവും ദേഷ്യമൊക്കെ തോന്നുന്നു കേട്ടോ നയനോട്. അപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും എപ്പിസോഡിൻ്റെ റിവ്യൂ നേരത്തെ വരെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നാളത്തെ എപ്പിസോഡ് എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഉച്ചകഴിഞ്ഞ് വീഡിയോ അപ്ലോഡിങ് ഉണ്ടായിരിക്കും കേട്ടോ. മിസ് ആവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.